ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, വേറെ ആരെല്ലാം മൂത്തമ്മേനും കേട്ടോ, ഉമ്മയുടെ ഏട്ടത്തിയാണ്. അപ്പോൾ മൂത്താപ്പാൻ്റെ അടുത്തേക്ക് ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വന്ന് തലേ ദിവസം വന്നിട്ടുണ്ട്, ഒരു ഉച്ചക്കാകുമ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പറയാതെ വന്നതാണ് കേട്ടോ. പിന്നെ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസം മുതൽ വ്ളോഗ് എടുക്കാമെന്ന് കരുതി. പെട്ടെന്നുണ്ടായ വ്ളോഗ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് തോന്നുന്ന വീഡിയോ എടുക്കാമല്ലോ, അങ്ങനെ തന്നെ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് നേരെ കാഞ്ഞിരത്താടിയിൽ പോയിട്ട് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ അതിന് പെട്ടെന്ന് ഇതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ പോകാമല്ലോ എന്ന് കരുതി. പിന്നെ ഇന്നത്തെ ഈ ഡേ തന്നെയാണ് ഫാമിലെ കാണാൻ പോയത് കേട്ടോ. അന്ന് ആ വീഡിയോ അന്ന് ഞാൻ പോകുമെന്ന് കരുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ മൂത്തമ്മ പോണ വരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്നുള്ളതൊക്കെ ഞാൻ ഫാമിൽ കാണാൻ പോയ വീഡിയോ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക, അടിപൊളി പ്ലേസാണ്. പിന്നെ ഞാൻ കാഞ്ഞിരത്താണിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി അവിടെ നിർത്തിയിട്ട് അപ്പുറത്ത് റോഡൊക്കെ കടക്കുകയാണ്, റോഡ് ക്ലോസ് ചെയ്ത് കിടക്കുക. പിന്നെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു കേട്ടോ. പിന്നെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ബിരിയാണി എനിക്ക് കയ്യിൽ തരുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ വാങ്ങിച്ച് നേരെ സ്കൂട്ടി ഉള്ളിടത്തേക്ക് നടന്നു പോയി കേട്ടോ. പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയപ്പോൾ ഭക്തും നിച്ചും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പിന്നെ അവളെ ഞാൻ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ പോകാനായിക്കണം കേട്ടോ. അപ്പോഴത്തേനും ടൈം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഉമ്മ പിന്നെ കുളിക്കായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. കാരണം ബസ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരിട്ടിട്ട് ബസ് കിട്ടില്ല, ഇത് നേരിട്ട് എടപ്പാൾക്ക് പോകാം. പിന്നെ എടപ്പാളെത്തിയാൽ പിന്നെ നേരെ കുറ്റിപ്പുറത്തേക്ക് ഒരു ബസ് കയറിയാൽ മതി. മറ്റേത് വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടൈമിനനുസരിച്ച് പോകുന്നത്. പിന്നെ അവർക്ക് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞങ്ങൾ ബസ് കയറ്റാൻ വേണ്ടി റോട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഉമ്മയും ഞാനും ഭത്തും കൂടെ ആയിട്ടോ പോകുന്നത്. പിന്നെ അവർ റോഡ് ക്ലോസ് ചെയ്ത് കടത്തിയിട്ട് ഉമ്മ അവരാക്കാൻ വേണ്ടി പോയിട്ടോ ബസ്സിൽ. ഞാനും ഭത്തും ഇവിടെ നിന്ന്. അന്നാണ് എനിക്ക് എന്നില്ലാത്ത ചിരിയായിരുന്നു ഭത്തുവിന് കേട്ടോ. അന്ന് തന്നെ അവളുടെ വള പോയത് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ നേരെ കഴിഞ്ഞ് ഇവർ പോയതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നത്തെ വീഡിയോ ഫാമിലിയിൽ കാണാൻ വേണ്ടി പോയതാണ്. അത് ഞാൻ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കമൻറ്റ്സൊക്കെ ഇറക്കിക്കുക. ബൈ.